ഈ തെരഞ്ഞെടുപ്പാനന്തരം കേരളത്തെ അത്ഭുതപ്പെടുത്തിയ കൗതുകമുണർത്തുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചയാണ്. ആദരണീയരായ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പലരും, ഇപ്പൊ ആ പല്ലവി നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവ് ഒന്ന് ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ പലരും ഇപ്പോൾ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഇന്ത്യയിലെ ഇടതുപക്ഷം കോൺഗ്രസ് ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ സന്തത സഹചാരി നേതാവുമായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്പം കൂടെ കടത്തി നിയമസഭയിൽ പറഞ്ഞു അത്രേ, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിയുകയാണ് കേരളത്തിലെ CPM ഇടതുപക്ഷം എന്നുള്ളത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇത്രയും സ്നേഹിക്കാൻ CR മുതൽ കോൺഗ്രസ്സുകാർ വരെയുള്ള ഒരു വലിയ മഴവിൽ സഖ്യം ഞങ്ങൾക്ക് സന്തോഷവും അഗൈതവുമായ നന്ദിയുമുണ്ട്. അല്ല, ഇൻഡിക്കേറ്റർ കാര്യം പറഞ്ഞത് വീഡിയോ അല്ല, കൂർലോസ് പിതാവാണ്. അപ്പൊ ഇമാതിരി പലരും ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് ഇതിന് സമാനമായ അതിനോട് ചേർന്ന് നിൽക്കുന്ന പല പ്രതികരണങ്ങളും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതൽ അങ്ങ് സൂചിപ്പിച്ച പല പേരുകാരും, CR മുതൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി വരെയുള്ള പല പേരുകാരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ മുമ്പോട്ടേക്ക് വന്ന ഈ പുതിയ സഖ്യത്തോട് തികഞ്ഞ നന്ദിയും തികഞ്ഞ സ്നേഹവുമുണ്ട്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് സാറേ. കേരളത്തിൽ എന്താണ് കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണവും ഇടതുപക്ഷ ഭരണവും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരാണ് ഇൻഡിക്കേറ്റർ ഇടത്തോട്ടിട്ടിട്ട് വലത്തോട്ട് തിരിച്ചത്? എന്താ കേരളത്തിലെ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെട്ട വലതുപക്ഷ വ്യതിയാന സ്വഭാവമുള്ള പരിപാടികൾ എന്താണ്? നിങ്ങൾ അടച്ചുപൂട്ടാൻ വെച്ച മലാപ്പറമ്പ് UP സ്കൂൾ തുറന്നു കൊടുത്ത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDF LDF ഭേദമില്ലാതെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച് നിങ്ങൾ താഴിട്ട് പൂട്ടി സ്വകാര്യ മുതലാളിമാർക്ക് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളയാൻ കൊടുത്ത സ്കൂളുകളെ ലക്ഷക്കണക്കിന് കുട്ടികൾ തിരികെ എത്തുന്ന പൊതുവിദ്യാഭ്യാസ രംഗമാക്കി മാറ്റിയതാണോ ഞങ്ങളുടെ വലതുപക്ഷ വ്യതിയാനം? നിങ്ങൾ തകർക്കാൻ വെച്ചിരുന്ന കേരളത്തിന്റെ PHSC, FHSC, CHSC, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് ഇവയൊക്കെ പേപ്പർലെസ് മെഡിക്കൽ കോളേജ് ആക്കി ഇന്ത്യക്ക് മുമ്പിൽ അത്ഭുതത്തോടുകൂടെ നീതി ആയോഗിന്റെ കണക്കിൽ ഇപ്പോഴും ലോക റാങ്കിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളുടെ അനുഭവമുള്ള നാടായി കേരളത്തെ മാറ്റിയെടുത്തതാണോ CPIMന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ നടത്തിയ വലത് വ്യതിയാനം? അതോ നിങ്ങൾ നിർത്തിവെച്ച് ഉദ്യോഗസ്ഥരെ പറഞ്ഞുവിട്ട ദേശീയപാത അവരെ തിരിച്ച് വിളിച്ചു വരുത്തി 2026 6 വഴി പാത കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പൂർത്തിയാക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനം? അതോ നിങ്ങൾ നടപ്പില്ല എന്ന് പ്രഖ്യാപിച്ച ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ച് കൊച്ചിയിലെ വീടുകളിൽ അങ്ങയുടെ പ്രദേശത്തെ അങ്ങയുടെ അയൽ വീട്ടിലും അങ്ങയുടെ വീട്ടിലും അടുത്ത ദിവസം എത്തും നിങ്ങളുടെ അടക്കമുള്ള വീടുകളിൽ പൈപ്പ് ലൈനിൽ ഗ്യാസ് എത്തിച്ചതാണോ CPIMന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ വ്യതിയാനം? അതോ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ കുറച്ച് റബ്ബർ തോട്ടം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് തുരങ്കം വെച്ച ഇടമൺ കൊച്ചി പവർ ഹൈവേ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് ഇന്ത്യയെമ്പാടും പവർ കട്ട് ഉണ്ടാകുമ്പോൾ പവർ കട്ടില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിച്ചതാണോ വലതുപക്ഷ വ്യതിയാനം? അതോ നിങ്ങൾ തടഞ്ഞു വെച്ച ഇതേപോലെ തന്നെയുള്ള ഇടമൺ കൊച്ചി പവർ ഹൈവേയും ദേശീയപാതയും ദേശീയ ജലപാതയും ഗെയിൽ പദ്ധതിയും അടക്കമുള്ള തീരദേശ ഹൈവേയും അടക്കമുള്ള പദ്ധതികളെ യാഥാർത്ഥ്യമാക്കി കേരളത്തെ പശ്ചാത്തല സൗകര്യ വികാസത്തിന് അത്ഭുതകരമായ ട്രാക്ക് റെക്കോർഡ് സൃഷ്ടിച്ചതാണോ നിങ്ങൾ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനം? നിങ്ങൾ കേന്ദ്രത്തിലിരുന്നപ്പോൾ വിൽക്കാൻ വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ KPPL മുതൽ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന ബെൽ വരെയുള്ള സ്ഥാപനങ്ങൾ കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ചപ്പോൾ വിറ്റ് തുലച്ച് വിൽക്കാൻ വെച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ ഒരു ചെറിയ സംസ്ഥാനം തങ്ങളാൽ ആവും വിധം പണം കൊടുത്ത് സ്വകാര്യ മുതലാളിമാരോട് വെല്ലുവിളിച്ച് ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് അന്തസ്സോടുകൂടെ ജോലി ഉറപ്പാക്കാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനമാക്കി നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ച് ആ പ്രവർത്തനത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയതാണോ കോൺഗ്രസ് നേതാവ് വലതുപക്ഷ വ്യതിയാനം? ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്ന് RSS പ്രഖ്യാപിച്ചപ്പോ ആ നിയമത്തിന് ഇവിടെ പുല്ലുവില എന്ന് കേരളം പ്രഖ്യാപിച്ചതാണോ നിങ്ങൾ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനം? കാർഷിക മാരണ ബില്ല് കൊണ്ടുവരിക വഴി ഇന്ത്യയിലെ കർഷകന്റെ നടുവ് ഇനിയും ഒടിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ ആ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി ആദ്യം ഇന്ത്യയിൽ ശബ്ദമുയർത്തിയതാണോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വലതുപക്ഷ വ്യതിയാനം? അതോ ഈ ഇന്ത്യയെ തകർക്കാനുള്ള മറ്റു നിയമങ്ങൾ, പൗരത്വം ഉൾപ്പെടെയുള്ള മറ്റു നിയമ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഡൽഹിയിൽ പോയിരുന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി CPIMകാരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണോ ഇവിടെ വലതുപക്ഷ വ്യതിയാനം നടത്തപ്പെട്ടത്? ഈ ബാക്കി കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ചുരുങ്ങിയത് KPCCയുടെ മുൻ പ്രസിഡന്റായ VM സുധീരൻ നാളുകൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ പൊതുമേഖലയും ഇന്ത്യയുടെ ജനാധിപത്യ ബദൽ അനുഭവങ്ങളെയും വിറ്റുതൊലച്ച സാമ്പത്തിക നയങ്ങളിൽ നിന്ന് BJPക്ക് കരുത്തു പകർന്ന സാമ്പത്തിക നയങ്ങളിൽ നിന്ന് കോൺഗ്രസ് വഴിമാറണം എന്ന് പറഞ്ഞത് ഞാനല്ല,
അങ്ങയുടെ KPCCയുടെ മുൻ പ്രസിഡന്റായിരുന്ന ആദരണീയനായ VM സുധീരനാണ്. ചുരുങ്ങിയ പക്ഷം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശാലവും വിപുലവുമായി ഒന്നും വായിച്ചില്ലെങ്കിലും മിനിമം KPCCയുടെ മുൻ പ്രസിഡന്റ് VM സുധീരൻ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനമെങ്കിലും വായിക്കണം എന്ന് വിനീതമായി ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ BJP നേതാവിന്റെ ഗിരിപ്രഭാഷണം നന്നായി. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും മറുപടി പറയുന്നില്ല. അദ്ദേഹം പതിവ് പോലെ ചർച്ചയിൽ വന്നിരുന്ന് തിരുവനന്തപുരത്തുകാരനായ പ്രാദേശിക നേതാവുകയും എന്നാൽ ചൈന മുതൽ സോവിയറ്റ് യൂണിയൻ വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്യും. നല്ല കാര്യമാണ്. അങ്ങയുടെ നിലവാരം പതിവ് പോലെ തന്നെ കാത്തു സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പേര് പറഞ്ഞ് അങ്ങ് ഞങ്ങളെ അപഹസിക്കാൻ വരുമ്പോൾ ഒരു വിരൽ ഇങ്ങോട്ട് നീളുമ്പോൾ 4 വിരൽ തിരികെ അങ്ങോട്ട് നീളുന്നില്ലേ? ഏത് മണ്ഡലത്തിലെ ഏത് നേതാവിനാണ് കഴിഞ്ഞ ദിവസം ഷൂവേർ ഏറ്റുവാങ്ങേണ്ടതായി വന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏത് പ്രധാനമന്ത്രിക്കാണ് ഇതേപോലെ 4.5 ലക്ഷം വോട്ടിന് പിൻവാങ്ങേണ്ടതായി വന്നത്? രാംലല്ല ഉൾക്കൊള്ളുന്ന അയോധ്യയിൽ സാധാരണക്കാരൻ, നിസ്വരമായ മനുഷ്യർ, നിരക്ഷരരായ മനുഷ്യർ, ഇന്ത്യയുടെ പൊതുജന സാമാന്യം നിങ്ങളെ പടിക്ക് പുറത്താക്കിയില്ലേ? നിങ്ങളോട് കണക്ക് പുറത്തു എന്ന് പറഞ്ഞില്ലേ? 400 സീറ്റ് എന്ന അത്ഭുതകരമായ പ്രഖ്യാപനവുമായി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിയ നിങ്ങൾ പച്ച വർഗീയത ഇന്നയോളം കേട്ടിട്ടില്ലാത്തത്ര വർഗീയമായ വഷളത്തരങ്ങൾ പ്രസംഗിച്ച നിങ്ങളുടെ പ്രധാനമന്ത്രി അടിതെറ്റി വീണില്ലേ? എന്നിട്ട് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാല് പിടിച്ച് അപ്പോഴല്ലേ നിങ്ങൾക്കൊരു മന്ത്രിസഭ ഉണ്ടാക്കേണ്ടി വേണ്ടി വന്നത്? അങ്ങനെയാണോ വന്ന് എന്നോട് തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കേരളീയ അനുഭവത്തിൽ നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങളുടെ സംഭാവന എന്താണ്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? അപ്പൊ തോറ്റുപോയ നിങ്ങൾ ഇവിടെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോണോ? നിങ്ങളുടെ കൂടെയുള്ള ആരൊക്കെ നിങ്ങളോട് സലാം പറഞ്ഞു പോയി? ഏതൊക്കെ വിഭാഗങ്ങൾ നിങ്ങളോട് സലാം പറഞ്ഞു പോയി? അതിനെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത്? പിന്നെ നല്ല കാര്യം അങ്ങ് പറയുന്നു, അധസ്ഥിതരായ ഹിന്ദുമത വിശ്വാസികൾ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവരൊക്കെ CPIM-നെ കൈവിട്ടു അത്രേ അല്ലേ? പല ന്യായവാദങ്ങൾ ഇവർ 3 പേരും ഉയർത്തി. എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ CPIM-നെ കൈവിട്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് കൈവിട്ടത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ തിരുവല്ല പുത്തൂർ ശിവക്ഷേത്രത്തിലെ പൂജാരിയായി കൈപിടിച്ച് കയറ്റിയതിന് വേണ്ടിയിട്ടാണോ? അതിനെതിരെ സമരം ചെയ്തതല്ലേ നിങ്ങളാണോ അധസ്ഥിത ഹിന്ദുമത വിശ്വാസികളുടെ അട്ടിപ്പേർ അവകാശവുമായി ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്? കേരളത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട 24 വയസ്സുകാരനായ യദുകൃഷ്ണൻ മുത്തൂർ ശിവക്ഷേത്രത്തിൽ പൂജാരിയായി പ്രവേശിച്ചപ്പോൾ അന്ന് ഉണ്ണാവൃത സമരം നടത്തി അധസ്ഥിത ഹിന്ദുവിനെ പൂജാരിയാക്കി കയറ്റരുതെന്ന് പ്രഖ്യാപിച്ചതാരാ? NDAയുടെ തിരുവല്ല സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർമ്മിപ്പിക്കണോ? അദ്ദേഹം നിങ്ങളുടെ സമുദായ സംഘടനയുടെ കേരളത്തിലെ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു? അതായിരുന്നില്ല കേരളത്തിലെ BJP-യുടെ നേതാവ്? എന്നിട്ടിപ്പോ എന്ത് പറയുകയാണ്? അധസ്ഥിത ഹിന്ദു സംരക്ഷണത്തിന്റെ അട്ടിപ്പേർ അവകാശം പേറിയെടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണല്ലേ? ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കണോ? എത്ര സമയം എടുത്ത് പറയണം? കോൺഗ്രസ് നേതാവ് മറക്കാൻ പാടുണ്ടോ? SDPI പിന്തുണ നൽകുമെന്ന് പറഞ്ഞപ്പോ എത്ര ദിവസമെടുത്തു SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ? എന്തുകൊണ്ടായിരുന്നു മടി? SDPIയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSന്റെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് തോറ്റുമ്പോഴും തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മധ്യാന്തമല്ല എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലേ? എന്നിട്ട് ഞങ്ങളുടെ തലയിലേക്കാണോ ആ വർഗീയതയുടെ ചാപ്പയടിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്? അതൊന്നും ചരിത്രത്തോട് നീതി പുലർത്തുന്ന അനുഭവങ്ങളല്ല. കേരളത്തിലെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടായിരുന്നല്ലോ. ശരി, ഇപ്പൊ ആനുപാതികമായിട്ട് അല്ലെങ്കിൽ കൂടി മതിയായ സമയം പറഞ്ഞു പൂർത്തിയാക്കും. ഒറ്റവാചകം കൂടെ 2010 നിങ്ങൾ പറഞ്ഞ SDPIയെ സംബന്ധിച്ച് ഇന്നപ്പോഴത്തെ ധാർഷ്ട്യക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. 2 വാചകമേ ഞാൻ വായിക്കുന്നുള്ളൂ. കലാപഭൂമികളിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏത് ശക്തിയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖംമൂടി വലിച്ചു കീറുക എന്ന ദൗത്യം കേരളത്തിൽ CPIM-നുണ്ട്.